ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബ് റിലേറ്റഡുള്ള വീഡിയോസും നമ്മൾ ചെയ്യാറ്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റ് വഴി എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത്. ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിൻ്റെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റ് വഴി നമുക്ക് ആഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് നമുക്ക് വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് അതിൽ നിന്ന് പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതിൽ നിന്ന് എത്രമാത്രം കമ്മീഷൻ നമുക്ക് കിട്ടും എന്നതിനെ പറ്റിയൊക്കെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവാം, നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കാം, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കാം. ഓക്കെ, ഈ ഒരു എല്ലാ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റ് വഴി നമുക്ക് പൈസ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ചെയ്യേണ്ടത് നമുക്ക് ആമസോൺ അഫിലിയേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ആഡ്സ് നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിലും നമ്മുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലെല്ലാം നമുക്ക് ഷെയർ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടും. ഓക്കെ, അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കമ്മീഷനാണ് ആമസോൺ തരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സ് എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആമസോൺ അക്കൗണ്ട് വേണം. ഈ ആമസോൺ അക്കൗണ്ടിനകത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. ആമസോൺ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ട് ആമസോണിൻ്റെ ഹോം പേജിനകത്ത് ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, മേക്ക് മണി വിത്ത് ആസ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സെൽ ഓൺ ആമസോൺ, സെൽ അണ്ടർ ആമസോൺ ആക്സിലേറ്റർ, ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആമസോൺ അഫിലിയേറ്റ്, അല്ലെങ്കിൽ ബിക്കം ആൻ അഫിലിയേറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ആ ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന ഓപ്ഷനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ. അങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൈനപ്പ് പേജ്, ആമസോൺ അഫിലിയേറ്റിൻ്റെ ഒരു സൈനപ്പ് പേജ് ആയിരിക്കും കിട്ടുന്നത്. ആ സൈനപ്പ് പേജിനകത്ത് നമുക്കൊരു പുതിയൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് സൈനപ്പ് എന്നൊരു ഓപ്ഷനകത്ത് കൊടുക്കുക. സൈനപ്പ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും, നമ്മുടെ ആമസോൺ അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ മുകളിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഹൂ ഈസ് ദ മെയിൻ കോൺടാക്ട് ഓൺ ദിസ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം അഡ്രസ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ ദ പേ ലിസ്റ്റഡ് അബോവ് കൊടുക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങളൊരു US ടാക്സ് കൊടുക്കുന്ന ആളാണോ അല്ലെങ്കിൽ അപ്പോൾ അത് നോ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനൊരു പേജായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഈ പേജിനകത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ ആപ്പിൻ്റെ ഡീറ്റെയിൽസാണ് റൈറ്റ് സൈഡിൽ കൊടുക്കുന്നത്. ആൻഡ് ആപ്പിൻ്റെ മൊബൈൽ ആപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ കൊടുക്കുക. അല്ല നമുക്ക് വെബ്സൈറ്റോ അല്ലെങ്കിൽ ബ്ലോഗോ അല്ലെങ്കിൽ യൂട്യൂബ് പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കുള്ളത് യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആ ലിങ്ക് വേണം നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എൻ്റർ യുവർ വെബ്സൈറ്റ് എന്നുള്ള ഭാഗത്ത് കൊടുക്കാനായിട്ട്. റൈറ്റ് സൈഡിൽ ആപ്പുകൾ അതിൽ ആപ്പ് ഡെവലപ്പർ അങ്ങനെയുള്ള ആൾക്കാർക്ക് റൈറ്റ് സൈഡിലും, വെബ്സൈറ്റ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ കാര്യങ്ങളെല്ലാം ഉള്ളവർക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള എൻ്റർ യുവർ വെബ്സൈറ്റ് URL എന്നുള്ള കൊടുക്കുക. അതിനുശേഷം ആഡ് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇത് കൊടുത്തു, ലിങ്ക് കൊടുത്ത് ആഡ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിച്ചുമ്പോൾ ആ പേജ് ലോഡായി വരുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ ഒരു ആമസോൺ അഫിലിയേറ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജിലേക്ക് എത്തി വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു യൂസർ നെയിമായിട്ട് കൊടുക്കുന്നു. ഞാൻ എൻ്റെ പേര് തന്നെയാണ് ഒരു യൂസർ നെയിമായിട്ട് കൊടുത്തത്. ശ്രീധർറാം എന്നുള്ള പേര് കൊടുത്തു. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്പ് അബൌട്ട്. നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ മൊബൈൽ ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ടെക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ടെക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ടെക് റിലേറ്റഡ് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അല്ല എന്തിനെ പറ്റിയുള്ളതെന്ന് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അടിയിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്നെയർ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ പർട്ടിക്കുലർ ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കൊടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ടെക് ആണെങ്കിൽ ടെക് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേറ്റഡുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇടയിൽ അടുത്ത ഒരു ഓപ്ഷൻ ചോദിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറീസുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്, അതെല്ലാം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പുള്ള ആഡ്സാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഏത് ടൈപ്പ് ആഡ്സാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, ആ ഒരു കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ക്വസ്റ്റ്നെയർ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നും നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണോ അത് നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന 1, 2, 3
ഡീറ്റെയിൽസാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള നിങ്ങളുടെ ടോപ്പിക്, നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് വേണം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, ഓരോ ഓപ്ഷൻസും, എല്ലാ ഓപ്ഷൻസും അങ്ങനെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അഫിലിയേറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്തോ റണ്ണിങ് ആണോ എന്നുള്ള കാര്യം ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഡിസ്പ്ലേയിങ് അഡ്വർടൈസ്മെൻറ്റ്സ്, നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ആ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഹൗ ഡിഡ് യു യൂഷ്വലി ബിൽഡ് ലിങ്ക്സ്? ഒക്കെ HTML ആയിട്ടാണോ നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ടുള്ള, അത് HTTP ലിങ്ക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഏകദേശം മന്ത്ലി എത്ര വിസിറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ചാനലിനകത്തേക്ക്, അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. വാട്ട് ഈസ് എ പ്രൈമറി റീസൺ ഫോർ ജോയിനിങ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആമസോൺ അഫിലിയേറ്റ് എടുക്കാനുള്ള കാരണം? പിന്നെ എന്താണ്, നമുക്ക് എവിടെ നിന്നാണ് ആമസോൺ അഫിലിയേറ്റെ പറ്റി കേട്ടത്, അതൊക്കെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ നടത്താം, അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാറ്റാവുന്നതാണ്. അതിനുശേഷം ഒരു ക്യാപ്ച കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ കോഡ് കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുക, കാരണം വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിലുള്ള ചിലപ്പോൾ വീണ്ടും രണ്ടാമത് ഫില്ല് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ അടിക്കുക. അതിനുശേഷം താഴത്ത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ചെക്ക് ബോക്സ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, ഞാൻ മുകളിൽ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ടെക്കിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പർട്ടിക്കുലർ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഇത് എന്തിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഓക്കെ എന്നൊരു ഡീറ്റെയിൽസാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനവിടെ ജസ്റ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻ, ഓക്കെ നമ്മുടെ ചാനലിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ അവിടെ കൊടുത്തിരുന്നത് നമ്മുടെ യൂസർ നെയിം SreedharRam എന്നായിരുന്നു. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് SreedharRam ഓൾറെഡി ഒരാൾ എടുത്ത കാരണം SreedharRam 21 എന്ന് പറഞ്ഞിട്ടൊരു യൂസർ ഐ ഡിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റർ യുവർ പേയ്മെൻറ്റ് ആൻഡ് ടാക്സ് ഇൻഫർമേഷൻ. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ലേറ്റർ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടാക്സ് ഇൻഫർമേഷൻ നമ്മുടെ പാൻ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റർ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പിന്നെ ചെയ്താലും മതി. ഞാനിപ്പോൾ തൽക്കാലം ലേറ്റർ അടിക്കുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തും അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തും ചെയ്യുന്ന പോലെ തന്നെ SMS ഓപ്ഷൻ വെച്ച് നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നു. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് കിട്ടുന്നത് ഇതുപോലെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടും അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ്റെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജിലേക്കാണ് വരുന്നത്. ഞാനിപ്പോൾ ഇത് തൽക്കാലം ചെയ്യുന്നില്ല, ഞാനിത് സ്കിപ്പ് ചെയ്യാണ്. നമുക്ക് 1000 മിനിമം 1000 രൂപ ആകുമ്പോഴായിരിക്കും നമ്മുടെ ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ സെൻഡ് ചെയ്യണത്. ഓക്കെ, ആ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഡീറ്റെയിൽസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഒരു ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ട്, ഒരു ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനൊരു ചെറിയ വെരിഫിക്കേഷൻ കൂടിയുണ്ട്. നമ്മുടെ ഫോണിലേക്ക് അകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിനകത്തേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് കൂടി വന്നിട്ടുണ്ടാകും. ആ വെരിഫിക്കേഷൻ ലിങ്കിനകത്ത് കയറി നമ്മുടെ അക്കൗണ്ട് വെരിഫൈ കൂടി ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ആമസോൺ അസോസിയേറ്റ് അല്ലെങ്കിൽ ആമസോണിൻ്റെ കസ്റ്റമർ സപ്പോർട്ടുള്ളവർ മാനുവലായിട്ട് നമ്മുടെ ഈ ആമസോൺ അക്കൗണ്ട് ഒന്ന് ഓഡിറ്റ് ചെയ്യും. ആമസോൺ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് അപ്രൂവൽ വരുന്നത്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ ഇമ്മീഡിയറ്റ് വരും. ചിലപ്പോൾ അതിൽ നേരം ഒന്നും അങ്ങനെ എടുക്കാറില്ല നോർമലായിട്ട്. ഓക്കെ, അതിനുശേഷം ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത പോലെ തന്നെ പ്രൊഡക്റ്റ് ലിങ്കിങ് എന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണ് നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ റെഡ്മിനെ പറ്റി ഫോണിനെ പറ്റിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് റെഡ്മി നോട്ട് എന്ന് സെർച്ച് ചെയ്ത് ഗോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് റെഡ്മി നോട്ടിൻ്റെ കുറേ പ്രൊഡക്റ്റ് ലിസ്റ്റായിട്ട് വരും. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടെ ആ ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതാണ് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു ലിങ്ക് നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു അഫിലിയേറ്റ് ആയിട്ടുള്ള ഒരു ആഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ ഹൈപ്പർ ലിങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതായത് നമുക്ക് HTML കോഡായിട്ടും ക്രിയേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് HTML കോഡും, അല്ല നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഹൈപ്പർ ലിങ്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴത്തെ HTML കോഡ് വരുന്നുണ്ട്, മുകളിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ടെക്സ്റ്റ് ആൻഡ് ഇമേജ്, ടെക്സ്റ്റ് ഓൺലി, ഇമേജ് ഓൺലി, ആഡ് ടു എ വിഡ്ജറ്റ്. ഓക്കെ, ഞാൻ തൽക്കാലം ടെക്സ്റ്റ് ഓൺലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമേജ് ഓൺലി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആഡ് വരുന്നത്. നമ്മുടെ വെബ്സൈറ്റിനകത്തൊക്കെ ആപ്പിനകത്തൊക്കെ ആഡ് വരുന്നത് ഇമേജ് മാത്രമായിരിക്കും, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് മാത്രമായിരിക്കും വരുന്നത്. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകളായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കസ്റ്റമൈസ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കളർ മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ അതിന് ഇടാനായിട്ട് ഒരു വലിയ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷോർട്ട് ലിങ്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഷോർട്ട് ലിങ്ക് ഞാൻ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ തൽക്കാലം യൂട്യൂബ് ചാനൽ വെച്ചാണ് ചെക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അത് എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ടെമ്പററി ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ചാനലാണ്. ആ ചാനലിനകത്ത് എങ്ങനെയാണ് ഇനി ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൻ്റെ അത് ആഡ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വീഡിയോസ് studio.youtube.com എടുക്കുക. നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുക. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ആണ് നമ്മൾ ഈ ഷോർട്ട് ലിങ്ക് ആഡ് ചെയ്യേണ്ടത്. ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് ലിങ്ക് അവിടെ കൊടുക്കുക. നമുക്കതിനൊരു ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലിങ്കിനെ പറ്റി എന്താണ് ലിങ്ക്, ഓഫറുണ്ടോ, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം അതിന് ലിങ്ക് മാത്രം ഇടുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഈ ലിങ്കിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും, ഓക്കെ, ലിങ്കിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇപ്പോൾ കാണാൻ പറ്റും റെഡ്മി നോട്ട് 9 എന്തൊരു ഡിസ്ക്രിപ്ഷൻ പോലെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് സേവ് ചെയ്യുക. സെറ്റിങ്സ് സേവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ആ വീഡിയോ ആ പർട്ടിക്കുലർ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വരുന്നത്. ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത്, ഓക്കെ, ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്ക് ആ നമ്മൾ കൊടുത്ത അഫിലിയേറ്റിൻ്റെ അല്ലെങ്കിൽ ആ കൊടുത്ത അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഒരു ലിങ്ക് കാണുന്നതായിരിക്കും. ആ ലിങ്കിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജായിരിക്കും വരുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയതിന് ശേഷം പർച്ചേസ് ആരെങ്കിലും ഇപ്പോൾ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചോ. ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്നതിനാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആമസോൺ അഫിലിയേറ്റ് വഴി നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. ഒക്കെ നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ടിനകത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര ഏണിങ്സാണ് നമുക്ക് കിട്ടിയത് റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടാവും. എത്ര ഏണിങ്സാണ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെ എത്ര പെർസെൻറ്റേജാണ് കിട്ടിയത്. ഇനി അതിൻ്റെ ഫുൾ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ഫുൾ റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ഏണിങ്സ് കിട്ടിയിട്ടുണ്ടെന്നും എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നതും എത്ര ക്ലിക്കുകൾ വന്നിട്ടുണ്ട് എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതായിരിക്കും. ഒരു ഫ്രീ സ്കെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ആ സ്കെഡ്യൂളിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ അഫിലിയേറ്റ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിൽ വരുന്ന, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഉണ്ടാവും, ചിലപ്പോൾ ഗ്രോസറീസ് ഉണ്ടാവും, ഹോം അപ്ലയൻസസ് ഉണ്ടാവും, അതിനൊക്കെ ഡിഫറെൻറ്റ് കമ്മീഷൻ റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഈ അഡ്വർടൈസ്മെൻറ്റിന് നിങ്ങൾക്ക് വരുന്ന ഡിഫറെൻറ്റ് കമ്മീഷൻ റേറ്റ് ആയിരിക്കും അതിന്. ആ എത്ര പെർസെൻറ്റേജിലുള്ള എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ. ഇപ്പോൾ ഏകദേശം കിച്ചൺ അപ്ലയൻസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ എടുക്കുകയാണെങ്കിൽ $0.2, അല്ലെങ്കിൽ ബൈസിക്കിൾ എടുക്കുകയാണെങ്കിൽ $4. ഇങ്ങനെ ഓരോന്നിനും ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും. അതിപ്പോൾ കുറേ കാറ്റഗറിയിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് കമ്മീഷൻ ഇല്ലാത്തതുണ്ട്. അങ്ങനെ കമ്മീഷൻ ഇല്ലാത്ത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോഗ്രാം ഫീസ്, വേറെ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് ഓഫേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ആ ഫീ സ്ട്രക്ചറിനകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ലിങ്കിനകത്ത് നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കിപ്പോൾ ഈ സെയിം ലിങ്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിനകത്തും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 എന്നുള്ള ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഏതാ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എടുക്കുന്നു. അതിൽ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ വീണ്ടും അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഓൺലി അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആൻഡ് വിത്ത് ഇമേജ് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ടെക്സ്റ്റ് ഓൺലി എടുത്തിട്ട് ടെക്സ്റ്റ് ഓൺലി ഇമേജ് ഓൺലി എടുക്കുന്നു ലിങ്ക്സ് ടെക്സ്റ്റ് ഓൺലി എടുക്കുന്നു, ലിങ്ക്സ് എടുക്കുന്നു. ആ ലിങ്ക്സിനകത്ത് നമുക്ക് ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ലോഞ്ച് ചെയ്യണം. ആ ഫേസ്ബുക്ക് പേജിനകത്ത് ലോഞ്ച് ചെയ്തതിന് ശേഷം ഞാനപ്പോൾ ഒരു ചെറിയൊരു ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്ത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സാധാ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ സാധാ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു ഓഫർ എന്നുള്ള രീതിയിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ട് നമ്മൾ ഈ കോപ്പി ചെയ്ത് വെച്ച് ലിങ്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ റെഡ്മി, ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു എക്സാമ്പിളായിട്ട് ബൈ റെഡ്മി ആൻഡ് ഗെറ്റ് 3000 ഓഫ് കൊടുക്കുന്നു. നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് താഴത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. ജസ്റ്റ് അതിന് ശേഷം ഇത് പോസ്റ്റ് കൊടുക്കുക. ആ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ബൈ റെഡ്മി ആൻഡ് ഗെറ്റ് 3000 ഓഫ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കൊടുക്കുക, ജസ്റ്റ് പോസ്റ്റ് എന്ന് കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇങ്ങനൊരു അഡ്വർടൈസ്മെൻറ്റ്സ് പോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
ഇത്രേ ഉള്ളൂ. ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാക്കിയായിരിക്കും ലോഗിൻ, നമ്മുടെ ആമസോൺ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ആമസോൺ ഇതിലേക്കായിരിക്കും ലോഗിൻ ആകുന്നത്. ഇവിടെ നിന്ന് ആരെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്ന വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്താലും നമുക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനുള്ള ഡിഫറെൻറ്റ് കമ്മീഷൻ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് എങ്ങനെ ഈ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നതിനെ പറ്റിയും വീഡിയോസ് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നതിനെ പറ്റിയുമാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളും ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റ് വഴി വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുന്നതിന്. ഓക്കെ, താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.